നമസ്കാരം, ഏവർക്കും പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 20, 2025 തിങ്കൾ. ആദ്യമായി തന്നെ ഏവർക്കും ഹൃദയം നിറഞ്ഞ ദിവാലി ആശംസകൾ നേരുന്നു. അങ്ങനെ നമ്മൾ ഈ ആഴ്ചയുടെ ആദ്യ ട്രേഡിംഗ് സെക്ഷനിലേക്ക് കടക്കുകയാണ്. ഈ ആഴ്ചയിൽ ആകെ 3 ട്രേഡിംഗ് സെക്ഷനേ ഉള്ളൂ. ദിവാലിയോടനുബന്ധിച്ച് നാളെയും മറ്റന്നാളും ഇന്ത്യൻ മാർക്കറ്റിന് അവധിയാണ്. എങ്കിലും നാളെ മുഹൂർത്ത ട്രേഡിംഗ് എക്സ്ചേഞ്ചുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉച്ചയ്ക്ക് 1:30 മുതൽ 1:45 വരെ പ്രീ മാർക്കറ്റും അതിനെ തുടർന്ന് 1:45 മുതൽ 2:45 വരെയായിട്ടാണ് മുഹൂർത്ത ട്രേഡിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം US പ്രസിഡന്റും ഉക്രൈൻ പ്രസിഡന്റും തമ്മിൽ വൈറ്റ് ഹൗസിൽ നടത്തിയ കൂടിക്കാഴ്ചയെ തുടർന്ന് ട്രംപിന്റെ ഭാഗത്ത് നിന്നും ഉക്രൈനോട് പുതിയ നിർദ്ദേശങ്ങൾ വരികയുണ്ടായി. അവ എന്താണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ദിവാലി ഒപ്റ്റിമിസം നിലനിൽക്കുന്നതിനാലും ഇന്ത്യൻ രൂപ ശക്തി ആർജിച്ചതിനാലും US ബോണ്ട് ഈൽഡുകൾ ലഘൂകരിച്ചതിനാലും മാത്രമല്ല വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ സപ്പോർട്ട് കൂടി വന്നപ്പോൾ ഫ്രഷ് 52 വീക്ക് ഹൈകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നിഫ്റ്റിക്കും സെൻസെക്സിനും വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിക്കുകയുണ്ടായി. മാത്രമല്ല വെള്ളിയാഴ്ചയും 308.98 കോടി രൂപയ്ക്ക് ഇന്ത്യൻ ക്യാഷ് മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ബൈയിങ്ങും തുടർന്നു. അതേസമയം ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 1526.61 കോടി രൂപയ്ക്ക് ബൈയിങ്ങും തുടരുകയുണ്ടായി. ഇന്നത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് സ്പെസിഫിക് ആയിട്ട് വന്നു കഴിയുമ്പോൾ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം ഇന്നും നിഫ്റ്റിക്ക് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 26,000 എന്ന സൈക്കോളജിക്കൽ ലെവലിൽ റെസിസ്റ്റൻസ് നേരിട്ടേക്കാം. ഇനി അതേസമയം 26,000 എന്ന സൈക്കോളജിക്കൽ ലെവലും നിഫ്റ്റിക്ക് അതിശക്തമായി മറികടന്നുകൊണ്ട് മുന്നോട്ടൊരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ 26,200, 26,300 എന്നീ ലെവലുകളിലേക്കുള്ള നിഫ്റ്റിയുടെ പ്രയാണം തള്ളിക്കളയാനാവുകയില്ല. കാരണം 26,200, 26,300 എന്നീ ലെവലുകൾക്കിടയിലായിട്ട് 26,277 എന്ന ലെവലിലായിട്ടാണ് നിഫ്റ്റിയുടെ നിലവിലെ റെക്കോർഡ് ഓൾ ടൈം ഹൈ സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ അതേസമയം ഇന്ന് നിഫ്റ്റിയിൽ ഒരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ഫോൾ ഉണ്ടാവുകയാണെങ്കിൽ 25,500 എന്ന ലെവൽ ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് മാറിയേക്കാം. തുടർന്ന് 25,400 എന്ന ലെവൽ ക്രൂഷ്യലുമാണ്. ഈ ലെവൽ നിഫ്റ്റി ഇന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ സെല്ലിംഗ് പ്രഷറും അനുഭവപ്പെട്ടേക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊക്കെ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായങ്ങൾ മാത്രമാണ്. ട്രേഡ് റെക്കമെൻഡേഷൻ അല്ല, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ ലെവലുകൾ വിശദീകരിക്കുകയുണ്ടായത്. നാളെ ദിവാലിയോടനുബന്ധിച്ച് ഇന്ത്യൻ മാർക്കറ്റിന് അവധിയായതുകൊണ്ട് തന്നെ ഇന്നാണ് നിഫ്റ്റിയുടെ വീക്ക്ലി എക്സ്പയറി ഉള്ളത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇന്ന് വോൾട്ടാലിറ്റിയും എക്സ്പെക്ട് ചെയ്യേണ്ടതായിട്ട് വരും. മാത്രവുമല്ല കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു സിംഗിൾ ഡേ കൊണ്ട് ഇന്ത്യ വിക്സ് അതിശക്തമായ ഉയർച്ച നേരിടുകയുണ്ടായി 6.9%. സോ ഇന്ന് ഇന്ത്യ വിക്സും കീനായിട്ട് വാച്ച് ചെയ്യേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ച US വൈറ്റ് ഹൗസിൽ വെച്ച് പ്രസിഡന്റ് ട്രംപും സെലൻസ്കിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. ഈ ഔദ്യോഗിക കൂടിക്കാഴ്ചയിൽ ട്രംപ് സെലൻസ്കിയോട് അഭിപ്രായപ്പെടുകയുണ്ടായി എത്രയും പെട്ടെന്ന് റഷ്യയുടെ ടേംസ് ഒക്കെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് യുദ്ധത്തിനൊരു വിരാമം വരുത്തണമെന്ന്. ഇന്ന് പ്രധാനപ്പെട്ട 3 ഗ്ലോബൽ ഇവന്റുകളാണ് നിലനിൽക്കുന്നത്. രാവിലെ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ആകുന്നതിന് മുന്നേ 7:30 ചൈനയിൽ നിന്നും സെപ്റ്റംബർ മാസത്തെ റീറ്റെയിൽ സെയിൽസ് ഡാറ്റ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റ, GDP ഗ്രോത്ത് റേറ്റ് ഇയർ ഓൺ ഇയർ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ലീഡിംഗ് ആയ ADR സ്റ്റോക്സിൽ വിപ്രോ ADR ഒഴികെ ബാക്കി എല്ലാ ADR സ്റ്റോക്സിനും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. കൂട്ടത്തിൽ HDFC ബാങ്കിനും ICIC ബാങ്കിനും മികച്ച Q2 ഏർണിംഗ്സിനെ തുടർന്ന് 3% നേട്ടവും കൈവരിക്കുവാനായി. ഇനി നമുക്ക് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ടെക്നിക്കൽസിലേക്ക് സ്പെസിഫിക് ആയിട്ട് പ്രവേശിക്കാം. നിഫ്റ്റിയുടെ PCR 1.24 എന്ന നിലയിലും മാക്സ് പെയിൻ 25,650 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു. മൈനറായിട്ടുള്ള വോളറ്റാലിറ്റി നിലനിൽക്കുമ്പോഴും പോസിറ്റീവ് ബയാസിനെ സൂചിപ്പിച്ചുകൊണ്ട് മൈനർ അപ്പർ ആൻഡ് ലോവർ ഷാഡോസോട് കൂടിയിട്ടുള്ള ലോങ് ബുള്ളിഷ് കാൻഡിൽസ്റ്റിക് പാറ്റേൺ തന്നെയാണ് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും കാണുവാനായിട്ട് സാധിക്കുക. മാത്രമല്ല നിഫ്റ്റിയുടെ എല്ലാ കീ മൂവിംഗ് ആവറേജുകളും അപ്വേർഡ് ട്രെൻഡിൽ തന്നെ നിലനിൽക്കുന്നു. RSIയും 69.34 എന്ന ലെവലിലേക്കും എത്തിച്ചേരുകയുണ്ടായി. വീക്കിലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 26,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കോൾ റൈറ്റിംഗും നിലവിൽ കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം പുട്ട് സൈഡിലേക്ക് 25,500 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 25,700 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ പുട്ട് റൈറ്റിംഗ് കാണുന്നത്. ബാങ്ക് നിഫ്റ്റിയുടെ PCR 1.17 എന്ന നിലയിലും മാക്സ് പെയിൻ 57,000 എന്ന ലെവലിലുമായിട്ട് നിലകൊള്ളുന്നു.
വെള്ളിയാഴ്ച കൈവരിക്കുവാൻ സാധിച്ച നേട്ടത്തെ തുടർന്ന് ബാങ്ക് നിഫ്റ്റിക്ക് ഫ്രഷ് റെക്കോർഡ് ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിച്ചതിനെ തുടർന്ന് ബുള്ളിഷ് കാൻഡിൽ സ്റ്റിക് പാറ്റേൺ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട്സിൽ നിന്നും ദൃശ്യമാകുന്നത്. മാത്രമല്ല RSIയും ജമ്പ് ചെയ്തുകൊണ്ട് 74.66 എന്ന നിലയിലേക്കും എത്തിച്ചേരുകയുണ്ടായി. മന്ത്ലി ഓപ്ഷൻസ് ഡാറ്റ പ്രകാരം 57,000 എന്ന സ്ട്രൈക്കിലാണ് കോൾ സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നതെങ്കിലും 59,500 എന്ന സ്ട്രൈക്കിലായിട്ടാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗ് കാണുവാനായിട്ട് സാധിക്കുക. അതേസമയം പുട്ട് സൈഡിലേക്ക് 57,000 എന്ന സ്ട്രൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കാണുവാൻ സാധിക്കുന്നത്. അതേ സ്ട്രൈക്കിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ റൈറ്റിംഗും നിലവിൽ കാണുക. ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ജമ്മു ആൻഡ് കാശ്മീർ ബാങ്ക് Q2 ഏർണിംഗ്സിൽ ഇയർ ഓൺ ഇയറിൽ നെറ്റ് പ്രോഫിറ്റിൽ 11% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 494.11 കോടി രൂപ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. അൾട്രാ ടെക് സിമെന്റ് വർക്ക് ഫോഴ്സിന്റെ എക്സ്പെൻസ് കുറയ്ക്കുന്നത് മൂലവും മാർക്കറ്റിംഗ് എഫേർട്സ് വർദ്ധിപ്പിക്കുന്നതിനാലും അതുകൂടാതെ മെയിൻ്റനൻസിൽ ഉണ്ടാകുന്ന കുറവ് മൂലവും സിമെന്റിന്റെ പ്രൊഡക്ഷനിൽ പെർ ടണ്ണില് 100 രൂപയുടെ അടുത്ത് കോസ്റ്റ് കട്ട് ചെയ്യുവാനുള്ള പ്ലാൻ കമ്പനി നടപ്പിലാക്കുന്നു എന്നുള്ള വാർത്തകൾ. RBL ബാങ്ക് UAE ബേസ്ഡ് ആയിട്ടുള്ള എമിറേറ്റ്സ് NBD 26,850 കോടി രൂപ അഥവാ $3 ബില്യൺ മുടക്കിക്കൊണ്ട് RBL ബാങ്കിലുള്ള 60% വരുന്ന സ്റ്റേക്കുകൾ ക്ലിയർ ചെയ്യാനായിട്ടുള്ള എഗ്രിമെന്റിൽ ഏർപ്പെട്ടു എന്നുള്ള വാർത്തകൾ. ക്രോംപ്ടൺ ഗ്രീവ്നസ് സാമ്പത്തിക വർഷം 2030 കമ്പനിയുടെ റവന്യൂ ഇരട്ടിയായി വർദ്ധിപ്പിച്ചുകൊണ്ട് 15,000 കോടി രൂപയിലേക്ക് എത്തിക്കുവാനായിട്ട് സോളാർ സെഗ്മെന്റിലേക്ക് കമ്പനി ചുവടുവയ്ക്കുന്നു എന്നുള്ള വാർത്തകൾ. NTPC 38 മെഗാവാട്ട് സോളാർ കപ്പാസിറ്റിയുള്ള ഗുജറാത്തിലെ പുതിയ പ്ലാന്റിൽ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻസ് തുടങ്ങി എന്നുള്ള വാർത്തകൾ. ആഷ്യാന ഹൗസിംഗ് 350 കോടി രൂപ മൂല്യം വരുന്ന പുതിയ റെസിഡൻഷ്യൽ പ്രോജക്ട് ജംഷഡ്പൂരിൽ കമ്പനി ലോഞ്ച് ചെയ്തു എന്നുള്ള വാർത്തകൾ. L&T ടെക്നോളജി സർവീസസ് കൂടുതൽ ജോലികൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതിനാൽ 3-ാം പാദത്തോടുകൂടി ജീവനക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വരുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ ഡോ ജോൺസ് ഫ്യൂച്ചർ 54 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി തന്നെയാണ് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റിയുടെ നിലവിലെ ഇൻഡിക്കേഷൻ പ്രകാരം ഇന്ന് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുക. ഏഷ്യൻ മാർക്കറ്റ്സിലേക്ക് വരുമ്പോൾ ജപ്പാൻ മാർക്കറ്റിൽ റൂളിംഗ് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയും ജപ്പാൻ ഇന്നോവേഷൻ പാർട്ടിയും തമ്മിൽ സംയുക്തമായി ചേർന്നുകൊണ്ട് കോയിലേഷൻ ഗവൺമെന്റിന് രൂപം കൊടുക്കുമെന്നുള്ള പ്രതീക്ഷ നിലനിൽക്കുന്നതിനാൽ നിലവിൽ 2.5% നേട്ടത്തോടുകൂടി അഥവാ 1,200 പോയിന്റുകളുടെ നേട്ടത്തോടു കൂടിയിട്ടാണ് ജപ്പാൻ മാർക്കറ്റ് വ്യാപാരം ആരംഭിച്ചിട്ടുള്ളത്. അതേസമയം കൊറിയൻ മാർക്കറ്റ് 0.5% നേട്ടത്തോടു കൂടി തന്നെ വ്യാപാരം ആരംഭിച്ചിട്ടുണ്ട്. കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ ഇടിവ് തുടർന്നുകൊണ്ടിരിക്കുന്നു. അതേസമയം ഗോൾഡിൽ നേരിയ ഉയർച്ച തന്നെയാണ് കാണുവാനായിട്ട് സാധിക്കുക. ഏവർക്കും നല്ല ഒരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. വൈകുന്നേരം പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.